നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദ് എവിടെയെന്ന് ആര് പറയും? JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിനെ കാണാതായിട്ട് 14 ദിവസം പിന്നിടുകയാണ്. വിദ്യാർത്ഥിയുടെ തിരോധാനം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നജീബിനെ ആക്രമിച്ച ABVP പ്രവർത്തകരിൽ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. അന്വേഷണ സംഘത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെ JNU വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. JNUവിലെ 1ാം വർഷ MSc വിദ്യാർത്ഥി നജീബിന്റെ മാതാവിന്റെ വാക്കുകളാണിത്. ABVPയുടെ ആക്രമണത്തിന് പിന്നാലെ വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്നേക്ക് 14 ദിവസം കഴിയുകയാണ്. വിദ്യാർത്ഥിയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ ദില്ലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനായിട്ടില്ല. ദൃക്സാക്ഷികളുടെ മൊഴി പോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. നജീബിനെ ആക്രമിച്ചവരിൽ സർവകലാശാലയ്ക്ക് പുറത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. उसके नाक से उसके होंठ से खून आ रहा था, तो फिर भी मैंने उससे पूछा कि आपने इन्हें क्यों मारा, बट ही डिड नॉट रिप्लाई, ही वाज शॉक्ड. നജീബിനെ ആക്രമിച്ച ABVP പ്രവർത്തകർക്കെതിരെ കൃത്യമായ നടപടിക്ക് സർവകലാശാല അധികൃതരും തയ്യാറായിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ JNU വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദില്ലി പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ചർച്ചയിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, 13 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാളെ 2 ആഴ്ച തികയുകയാണ് രാജ്യത്തെ പ്രമുഖമായ ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥിയെ കാണാതായിട്ട്. എന്ത് ഉത്തരമാണ് ഈ കാര്യത്തിൽ രാജ്യത്തിന് ഇപ്പോൾ നൽകാനുള്ളത്? ഡൽഹിയിൽ ഒരു വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തെ സംബന്ധിച്ച് പോലീസിൻ്റെ പ്രത്യേക ടീം വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും JNUവിനെ സംബന്ധിച്ച് JNUവിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കാൻ പാടില്ലാത്ത ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നു. ഒട്ടേറെ ദുരൂഹതകൾ അവിടെ നിന്ന് വരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട് മണിപ്പൂർ സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥി അവിടുത്തെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടു. ഫിലേമോൺ രാജ എന്ന് പറയുന്ന വിദ്യാർത്ഥി മൃതദേഹം ഏതാണ്ട് അഴുകിയ നിലയിലാണ് കണ്ടെടുത്തത്. ഇപ്പോൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ആ കോളേജ് JNUവിൻ്റെ ക്യാമ്പസിൽ തന്നെ ബലാത്സംഗം നടന്ന സംഭവമുണ്ടായി. ദുരൂഹമായ ഒട്ടനവധി സംഭവങ്ങൾ അവിടെ തുടർച്ചയായി അരങ്ങേറുന്ന ഒരു അന്തരീക്ഷം ആ ക്യാമ്പസിൽ നിലനിൽക്കുന്നു എന്നത് തികച്ചും ഉത്കണ്ഠാജനകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി തന്നെ മാറുന്നോ എന്നുള്ള ആരോപണം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഉയർന്നു വരുന്നു. ഇങ്ങനെയെല്ലാം പല തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുന്നതിനിടയിൽ അവിടെ ഹോസ്റ്റൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ചെറിയ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. അതിനുശേഷം ഈ വിദ്യാർത്ഥിയെ കാണാനില്ല എന്നൊരു അന്തരീക്ഷമാണ് ഇന്ന് നിലവിലുള്ളത്. ഏതായാലും ഒരു വിദ്യാർത്ഥിയെ കാണാനില്ലാതെ വന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, കണ്ടെത്തേണ്ടതാണ്, നമുക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലത്താണ് നമ്മുടെ രാജൻ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ദുരൂഹമായി കാണാതായി. അവസാനം മൃതദേഹമാണ് നമ്മൾ കണ്ടെടുത്തത്. അതും എത്രയോ കാലം കേസ് കഴിഞ്ഞിട്ടാണ്. ഏതായാലും ആ നിലയിലുള്ള ഒരു ക്രമസമാധാന അന്തരീക്ഷമൊന്നും ഇന്ന് ഡൽഹിയിലില്ല. തീർച്ചയായിട്ടും പോലീസ് അതിശക്തമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്ന് കണ്ടെത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇത്രയും ദിവസങ്ങളായി എന്നുള്ളത് ഉത്കണ്ഠാജനകമാണ്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന് താമസിയാതെ നമുക്കറിയാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇത് സംബന്ധിച്ചിട്ട് നമുക്കെല്ലാം ഉള്ളത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ രാജൻ കേസും കൂടി കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അതുകൂടി ഒന്ന് ഈ ഘട്ടത്തിൽ അങ്ങയോട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. അങ്ങത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ എന്ന് പറഞ്ഞത് അതിൻ്റെ വാച്യ അർത്ഥത്തിൽ ശരിയാണ്. CPIയുടെ ശ്രീ അച്യുത മേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ
എനിക്ക് തോന്നുന്നത് ശ്രീ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്തെ പ്രശ്നം കൂടിയാണ് എന്ന് കൂടി അങ്ങ് പറയേണ്ടതാണ് എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങേ ഓർമ്മിപ്പിക്കേണ്ടത് കൂടിയുണ്ട്. ഏതായാലും ഇത് എൻ്റെ ചോദ്യത്തിലൂടെ അല്ലാതെ തന്നെ ഈ സംഭവം താങ്കളുടെ ഓർമ്മയിലേക്ക് വന്നു. ഇത് തന്നെയാണ് ശ്രീ രാധാകൃഷ്ണ മേനോൻ JNUവിലെ നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കാണാതാകുമ്പോഴും ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത്. എവിടെ ആ ഗവേഷകൻ? ആ വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു? ശ്രീ അച്യുത മേനോനും ശ്രീ കെ കരുണാകരനും സംസ്ഥാനത്തെ ജനങ്ങളോട് പറയേണ്ടി വന്ന ഉത്തരങ്ങൾ ഈ കാര്യത്തിൽ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലേ? അല്ല, ഡൽഹിയിലെ സംഭവത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ പ്രവചിക്കുകയൊന്നുമല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് അന്ന് ശരിയാണ് അങ്ങ് പറഞ്ഞത്. കെ കരുണാകരനും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഉണ്ടായി. ഏതായാലും അതിനുശേഷം അതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളൊക്കെ നടന്നു. ഞാൻ സൂചിപ്പിച്ചത് ഡൽഹിയെ സംബന്ധിച്ച് ആ തരത്തിലൊരു ദുരൂഹത ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ JNUവിനെ സംബന്ധിച്ച് തുടർച്ചയായി ഇന്നും അവിടെ ഒരു വിദ്യാർത്ഥിയെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട് റൂമിൽ കണ്ടു. നമുക്കറിയാം, മണിപ്പൂർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയാണ്. അതേസമയം ഈ കാണാതായത് MSc വിദ്യാർത്ഥിയാണ്. അവിടെ 27 വയസ്സുള്ള യുവാവാണ്. കാണാതായതിൻ്റെ സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആര് അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായിട്ടുണ്ടോ ആ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും ഗവൺമെന്റ് അതിശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും. താങ്കളെപ്പോലുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് അതിനെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ അങ്ങ് ഈ പറഞ്ഞതുപോലെ JNUവിൽ ഇന്നൊരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കാണപ്പെട്ടു അവിടുത്തെ ഒരു ഹോസ്റ്റൽ മുറിയിൽ. അവിടെ ചർച്ച ചെയ്യാത്ത ദുരൂഹത പോലും അങ്ങ് ആ കാര്യത്തിൽ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നുണ്ട്. അതിനെ ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ നജീബ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന് 14 ദിവസമായിട്ടും ആ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉത്തരം പറയേണ്ടതുണ്ട്. അവിടെ ഒരു അന്വേഷണത്തിലൂടെ എന്താണ് കണ്ടെത്തിയത് എന്ന് പുറത്തേക്ക് പറയേണ്ടതുണ്ട്. അവിടുത്തെ ഹോസ്റ്റലിൽ ഈ നജീബിനെ കാണാതായതിൻ്റെ തലേ ദിവസം ABVP പ്രവർത്തകരുമായി ഉണ്ടായ പ്രശ്നം എന്താണ് നജീബിൻ്റെ കാര്യത്തിൽ എന്ന് അറിയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഈ JNU സമരസമിതിക്ക് മുമ്പാകെ കൊടുത്ത വാക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അന്വേഷണം. 14 ദിവസമായി എന്ത് കണ്ടെത്തി, എന്ത് അന്വേഷിച്ചു എന്ന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചൊരു ക്ലിപ്പിൽ നജീബിൻ്റെ മാതാവിൻ്റെ കരച്ചിലാണ് നമ്മൾ കണ്ടത്. ഈച്ചരവാര്യരുടെ രാജൻ്റെ പിതാവിൻ്റെ കരച്ചിലിന് തുല്യമായി ഈ മാതാവിൻ്റെ കരച്ചിലും നമ്മുടെ കർണങ്ങളിൽ പതിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നിസ്സാരമായി സാധാരണ ഒരു സംഭവം പോലെ വിലയിരുത്തേണ്ടതാണോ JNUവിലെ പ്രത്യേക സാഹചര്യങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, ആ സാഹചര്യത്തിൽ ഈ സംഭവത്തെ? ലാലെ, അവിടുത്തെ പ്രത്യേക സാഹചര്യം ആ തരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവിടെ ആ JNUവിൻ്റെ ക്യാമ്പസിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അനേകം ദുരൂഹതകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ദുരൂഹമായ അനേകം കാര്യങ്ങൾ ഇല്ലേ? മയക്കുമരുന്ന് എൻ്റെ കേന്ദ്രമായി ആ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള ബലാത്സംഗം നടന്നു എന്ന ആരോപണമുണ്ടായി. അപ്പോൾ ഇതൊന്നും ഒരു കോളേജ് ക്യാമ്പസിൽ നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു സരസ്വതി വിദ്യാലയത്തിന് ചേർന്ന ഒരു അന്തരീക്ഷമല്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP ജവഹർലാൽ നെഹ്റു സർവകലാശാല എന്ന് പറയുന്ന അന്താരാഷ്ട്ര സർവകലാശാലയെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ പ്രശ്നമാണിത്. ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. ആ ക്യാമ്പസിൽ എവിടെയെങ്കിലുമൊക്കെ മയക്കുമരുന്നിൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ താങ്കൾ പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുമായി എന്തിന് ബന്ധപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല. BJP കാണുന്നത് പോലെ അതൊരു വെറും സരസ്വതി വിദ്യാലയമോ സരസ്വതി സ്ഥാപനമോ ഒന്നുമല്ല. ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ ഇങ്ങനെ കുറച്ച് കാണരുത്. അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതിയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല.
ലോകത്തിൻ്റെ തന്നെ പരിച്ഛേദമായ ഗവേഷക വിദ്യാർത്ഥികളെ അവിടെ കാണാൻ സാധിക്കും, അധ്യാപക സമൂഹത്തെ അവിടെ കാണാൻ സാധിക്കും. അവിടെ രാവും പകലും ഗവേഷണവും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അന്വേഷണത്തിൻ്റെ പലതരത്തിലുള്ള സ്ഫുരണങ്ങളും എല്ലാ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും. ആ കാര്യത്തിൽ നമ്മൾ തർക്കിക്കേണ്ടതില്ല. ഇവിടെ ഈ ഗവേഷക വിദ്യാർത്ഥിക്ക് ഉണ്ടായ സംഭവത്തിന് മുമ്പ് അവിടെ ഉണ്ടായ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ അവിടെ പലരെയും അപമാനിച്ച പല മാധ്യമങ്ങളിലൂടെയും അവിടെ കനയ്യകുമാർ ഉൾപ്പെടെയുള്ളവർ എന്ത് തരത്തിലാണ് ഈ ചില മാധ്യമങ്ങളുടെയെങ്കിലും വേട്ടയാടലിന് വിധേയമായത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ അധികൃതരുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അന്നുണ്ടായതുപോലെ ഒരു കൃത്യമായ പ്രതികരണം നജീബ് കാണാതായി 14 ദിവസമാകുമ്പോഴും ഉണ്ടാകുന്നില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, പെട്ടെന്ന് അല്ലേ? അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങ് പറയുന്നത് പോലെ തന്നെ ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഒരു വിശാലമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വിശാലമായ ബന്ധങ്ങൾ, വിശാലമായ സാധ്യതകൾ. അപ്പോൾ ഇത്രയേറെ വിശാലമായ ഒരു സാധ്യതകളുള്ള, അതേസമയം ബന്ധങ്ങളുള്ള, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പ്രദേശത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിനൊരു മതിയായ അന്വേഷണം നടത്തി കൃത്യമായ വിവരം കിട്ടാതെ എന്തെങ്കിലും പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അവിടെ നടക്കുന്ന അന്വേഷണത്തിന് അല്പം കൂടി സമയം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ നമ്മൾ അത് സംബന്ധിച്ച് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അന്വേഷണം ശക്തമായി നടക്കുന്നു. അപ്പോൾ അതേസമയം ഈ പറഞ്ഞ പോലെ വിദേശ ബന്ധങ്ങളും ഈ തെരഞ്ഞ ദുരൂഹതകളും എല്ലാമുള്ള ഒരു ക്യാമ്പസിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പോലീസ് അന്വേഷണത്തിന് ഏതെല്ലാം തലങ്ങളിലേക്ക്, എന്തെല്ലാം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അല്ലാതെ ഇപ്പോൾ പഴയ കാലത്ത് ഇവിടെ പരുമല കോളേജിൻ്റെ പരിസരത്ത് 2 ആറ്റിപ്പോയി വിദ്യാർത്ഥി മരിച്ചപ്പോൾ അവർ ABVP-കാരല്ലേ, അതുകൊണ്ട് മരിച്ചോട്ടെ, അല്ലെങ്കിൽ RSSകാരല്ലേ, അവരെ കൊല്ലേണ്ടതാണ് എന്നുള്ള ഒരു സമീപനമൊന്നുമല്ല ഇന്നത്തെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഡൽഹിയിലെ സർക്കാരോ അവിടുത്തെ പോലീസോ ഒന്നും സ്വീകരിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി രാധാകൃഷ്ണ മേനോൻ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ JNUവിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ ഞാൻ ഒന്നുകൂടി അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതില്ല, അങ്ങയ്ക്കും അറിയാവുന്നതാണ്. അവിടെ ഏത് സാഹചര്യത്തിലായാലും നജീബ് എന്ന ഒരു ഗവേഷകൻ ഈ രീതിയിൽ കാണാതായി 2 ആഴ്ച പൂർത്തിയാകുമ്പോൾ ഈ ഉത്തരങ്ങൾ മതിയോ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ നിന്നും രാജ്യത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നും? ബഹുമാനീയ ശ്രീ രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ കാര്യം JNU അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, അതായത് നമ്മുടെ മഹത്തരമായ, ഇന്ത്യയിലെ മഹത്തരങ്ങളിൽ മഹത്തരമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ നെഹ്റു JNU യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം വാർത്തകളും ചർച്ചകളും വളരെ വിമർശനത്തോടു കൂടിയും ഒക്കെ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ അവഗണിക്കുന്നില്ല. പക്ഷെ ആ കാര്യങ്ങൾ ശ്രീ നജീബ് എന്ന് പറയുന്ന ഗവേഷണ വിദ്യാർത്ഥിയുടെ തിരോധാനത്തിന് ഒരു തരത്തിലും ന്യായീകരണമല്ല. രണ്ടായി കാണണം. അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ബന്ധപ്പെട്ട അധികാരികൾ അവിടെ ക്യാമ്പസിൽ ഈ പറഞ്ഞ പോലെ കൊലപാതകം നടക്കുന്നുണ്ടോ, പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ, അസന്മാർഗീയ പ്രവർത്തനങ്ങൾ, അധമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, അതൊക്കെ പരിശോധിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. അത് ആ രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. നജീബിൻ്റെ തിരോധാനത്തിന് ഒരിക്കലും ഇത്തരം ഒരു അങ്ങനെ നമ്മൾ ന്യായീകരിക്കുന്നത് ശരിയുമല്ല, ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, അടിയന്തരാവസ്ഥയുമായി നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്ന രീതിയിൽ ശ്രീ ഡോക്ടർ ലാലൂടെ അദ്ദേഹത്തിനോട് ചോദിച്ചു. അടിയന്തരാവസ്ഥ കാലവും ഇപ്പോഴും തമ്മിൽ കാലത്തിൻ്റെ മാത്രമല്ല പ്രബോധനത്തിൻ്റെയും പ്രത്യയശാസ്ത്രപരമായും നീതിബോധത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഒക്കെ ഒരു അഴിച്ചുപണി നടന്ന കാലമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അടിയന്തരാവസ്ഥയിൽ അന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ പോലും, ഫണ്ടമെൻ്റൽ റൈറ്റ് പോലും നമുക്ക് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള പോലീസിൻ്റെ എക്സസീവായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അതിരുകടന്ന പോലീസ് മുറകളും, അർദ്ധന മുറകളും, 3ാം മുറകളും
ചില രാഷ്ട്രീയ നേതൃത്വം അതിനെ ദുരുപയോഗപ്പെടുത്തിയതും, ചുരുക്കി പറഞ്ഞാൽ മനുഷ്യാവകാശങ്ങളെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ തമസ്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന കാലഘട്ടമായിരുന്നു അന്ന്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ രാജൻ്റെ തിരോധാനത്തെ നമ്മൾ വിലയിരുത്താൻ. ഇന്നതൊക്കെ മാറി. ഇന്നൊരു നമ്മുടെ ഇന്ത്യ രാജ്യം ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു സ്റ്റുഡൻറ്റ് ഗവേഷണ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാനായിട്ട് 10-14 ദിവസമായി എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ, ഭരണ നേതൃത്വം ആ ആൾ എവിടെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നജീബിൻ്റെ അമ്മയുടെ കരച്ചിൽ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന, ഒരു മാതാവ് പൊട്ടിക്കരയുന്ന രംഗം ഹൃദയഭേദകമാണ്. നമുക്കൊക്കെ നാളെ ഇത് സംഭവിച്ചുകൂടാ എന്നില്ല. ഇന്ന് നജീബിന് സംഭവിച്ചു, നാളെ മറ്റൊരാളിന് സംഭവിക്കാം. അതുകൊണ്ട് ജാതിയും മതവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിഭിന്നതകളൊന്നും ഇവിടെ വിഷയമേമല്ല. പഠിച്ചുകൊണ്ടിരുന്ന ഗവേഷണ വിദ്യാർത്ഥി കണ്ടില്ല എങ്കിൽ അത് തികഞ്ഞ ഒരു നിയമരാഹിത്യമാണ്. നമ്മുടെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളെ അല്ലെങ്കിൽ വ്യവസ്ഥിതികളെ അത് ചോദ്യം ചെയ്യുന്നു. ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നതിൻ്റെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ, കുട്ടിയെന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹം ഗവേഷണ വിദ്യാർത്ഥിയാണ്, മുതിർന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഭരണ നേതൃത്വവും ഡൽഹി സർക്കാരിന് അതിന് ബാധ്യതയുണ്ട്. കാണേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന, നമ്മളെല്ലാം അഭിമാനത്തോട് കാണുന്ന ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വരുള്ളൂ. അതുകൊണ്ട് മറ്റു കാരണങ്ങളൊന്നും ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ന്യായീകരണമായി കാണുന്നത് ശരിയല്ല. അത് നമുക്ക് അല്ലാത്ത രീതിയിൽ മിസ്റ്റർ മേനോൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ചർച്ച ചെയ്യണം. JNUവിൽ നമ്മൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതൊന്നും ഈ കുട്ടിയുടെ തിരോധാനം അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ തിരോധാനത്തിന് ന്യായീകരണമല്ല. ഇതാണ് എനിക്ക് ആദ്യമായി കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്താനുള്ളത്. ശരി, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ JNUവിലെ അധ്യാപകൻ കൂടിയായ പ്രൊഫസർ AK രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. പ്രൊഫസർ AK രാമകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമോ? പ്രൊഫസർ രാമകൃഷ്ണൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. പ്രൊഫസർ രാമകൃഷ്ണൻ, ഇപ്പോൾ BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണ മേനോൻ കാണുന്നത് ഈ രാജ്യത്തെ ഏതാണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന BJPക്കാരും കാണുന്ന അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ദുരൂഹമായ പല കാര്യങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്നു. അവിടെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഒരു ക്യാമ്പസാണ് അത്. കൂടാതെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമാകുമ്പോൾ അതൊരു സരസ്വതി ക്ഷേത്രമായിരിക്കണം. അതിൻ്റെ പവിത്രതയും പരിഭാവനയും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ കുറേ കാലങ്ങളായി ഈ BJP ഒക്കെ കാണുന്നത്. അവിടെ ഈ നജീബിനെക്കുറിച്ച് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അതിൻ്റേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അതിന് കുറേ സമയം കൂടി വേണ്ടി വരും. ഇതൊരു സാധാരണ സംഭവം. ഇങ്ങനെയാണോ ഇതിനെ അവതരിപ്പിക്കേണ്ടത് പ്രൊഫസർ AK രാമകൃഷ്ണൻ? ഇത്തരം വാദഗതികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ, ഒരു ക്യാമ്പസിനെ യഥാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുമ്പോൾ, ഇപ്പോൾ അമ്മയുടെ കരച്ചിൽ നമ്മൾ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥിയെ കാണാതായിട്ട് അഡ്മിനിസ്ട്രേഷനും ഗവൺമെന്റും ഒക്കെ എടുക്കുന്ന വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഉണ്ടാവുമ്പോൾ നമ്മൾ അത്തരമൊരു കാര്യത്തിൽ വേവലാതിപ്പെടുന്നതിന് പകരം ഒരു സ്ഥാപനത്തെ, യൂണിവേഴ്സിറ്റിയെ, അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ്, അത് നേരത്തെ മുതലേ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രധാന പ്രശ്നത്തിൽ നിന്ന് നമ്മെ യഥാർത്ഥത്തിൽ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നജീബിന്റെ തിരോധാനം സംഭവിക്കുന്നതിന് കാരണങ്ങളുണ്ട്. ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങൾ, അതിനു മുമ്പ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ യഥാർത്ഥത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ, ദേശദ്രോഹത്തിന്റെ മുദ്ര ചാർത്തി കൊടുക്കൽ, ഒരു യൂണിവേഴ്സിറ്റിയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എന്തോ വലിയ രാജ്യദ്രോഹ പ്രശ്നമായി
അവതരിപ്പിക്കൽ ഇങ്ങനെ വളരെ കാലമായി തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പോലുള്ള ആൾക്കാരാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സംഗതിയുമായിട്ട് രംഗത്ത് വന്നത്. എന്നെ വൈസ് ചാൻസലറാക്കിയാൽ ഞാൻ അതെല്ലാം ശരിയാക്കി തരാമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചത് നമ്മുടെ ഓർമ്മയിൽ നിശ്ചയമായിട്ടുമുണ്ട്. അപ്പോ ഈ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന ഗവേഷണത്തെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചും കുറച്ചൊക്കെ ധാരണയുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി എന്തായിരിക്കണം, അവിടെ ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അവിടെയുള്ള സംഘടനാ സ്വാതന്ത്ര്യം, അത്തരം കാര്യങ്ങളിൽ അകത്ത് നല്ലവണ്ണം ചർച്ച നടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഇന്ന് ഫിസിക്കലായിട്ട് കായികമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതിന് പിന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിറ്റി അധികാരികളുടെ ഭാഗത്തു നിന്നും ഒത്താശയും കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. കാര്യങ്ങൾ അഭിപ്രായഗതികളായി ചർച്ച ചെയ്യുന്നതിന് പകരം, അഭിപ്രായ സംഘടനകൾക്ക് പകരം ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് മാറുന്നു. അത് പുതിയ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് നജീബിന്റെ തിരോധാനം ഉണ്ടാവുന്നത്. ഇത്രയും നാളായി അദ്ദേഹത്തെ കാണാതായിട്ട് എത്ര കണ്ട് ഊർജ്ജസ്വലമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇന്നിപ്പോ ഞാൻ ക്യാമ്പസിൽ നോക്കിയപ്പോൾ ഇവിടുത്തെ കാർഡുകളും ഒക്കെ തിരയാണ് പോലീസ് ചെയ്യുന്നത്. ഇത്രയും ദിവസം എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു അന്വേഷണം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. നേരത്തെ ആണെങ്കിൽ പോലീസിനെ വിളിക്കാനും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഫെബ്രുവരി 9 ഒക്കെ സന്ദർഭത്തിൽ വളരെ വേഗം കാര്യങ്ങൾ ചെയ്യാനും അത് യൂണിവേഴ്സിറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്താനും ഒക്കെ വലിയ ഒരു ത്വര നമ്മൾ കണ്ടതാണ്. നേരെ മറിച്ചാണ് ഇപ്പോഴും സംഗതി. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ വിദ്യാർത്ഥികളും അധ്യാപകരും വളരെയധികം ഒരു വല്ലാത്ത മുൾമുനയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അതിനെ അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫിലോമൻ ചീരോ എന്ന വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഹോസ്റ്റലിൽ മരിച്ച കാര്യത്തെ കൂടി എന്റെ സെന്ററിലെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം മരിച്ചതും ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതിനെ ആരും ഒരു രാഷ്ട്രീയ പ്രശ്നമായി അവതരിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ഹോസ്റ്റലിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നത് കണ്ടത് അത് വലിയ അസ്വസ്ഥതയുണ്ടാക്കി. ഇന്നിപ്പോ ഞാൻ കണ്ടോളൻസ് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതാണ്. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിനും ഇവിടെ വിദ്യാർത്ഥികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അത്തരം സംഭവങ്ങൾ വളരെ പിന്നെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഏത് സ്ഥാപനത്തിനും സംഭവിക്കുന്നതാണ്. പക്ഷേ അതുപോലെയല്ല നജീബിന്റെ തിരോധാനം എന്ന് പറയുന്നത്. അത് ഒരു പിന്നെ വലിയ ആശയ സംഘടനത്തിനെയും ഫിസിക്കലായിട്ടുള്ള വയലൻസിന്റെയും ഒക്കെ ഒരു സംസ്കാരത്തെ ഇങ്ങോട്ട് പറിച്ചു നടുകയും അത്തരം ഫിസിക്കൽ വയലൻസ് ഉണ്ടാക്കിയവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി ഭരണകൂടം എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയും ഈ വിദ്യാർത്ഥി സ്വയം പോയതായാലും അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായാലും ഏതു തരത്തിലായാലും അതിന് കാരണമുണ്ടല്ലോ. ആ കാരണം കണ്ടെത്തുകയും അദ്ദേഹത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്യേണ്ടുന്നത് ഞാൻ തിരിച്ചു വരാം. പ്രൊഫസർ AK രാമകൃഷ്ണൻ, ശ്രീ നിതീഷ് കൂടി ഇപ്പോൾ ഡൽഹി സ്റ്റുഡിയോയിൽ ചേർന്നിട്ടുണ്ട്. ഈ JNU സമരസമിതിയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള ശ്രീ നിതീഷ് കൂടി ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാധാകൃഷ്ണ മേനോൻ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലായാലും പ്രൊഫസർ AK രാമകൃഷ്ണനായാലും ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങളിലും കേന്ദ്ര ഭരണകൂടം എടുത്ത ജാഗ്രത, പ്രത്യേകിച്ച് JNU സംഭവത്തിൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ കനയ്യകുമാർ സംഭവം ഒക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ JNUവിൻ്റെ ഭരണാധികാരികളിൽ കൈക്കൊണ്ട ഒരു നടപടിയുടെ വേഗത ഈ കാര്യത്തിൽ കാണുന്നില്ല എന്നതാണ്. അത് കായികമായി തന്നെ നജീബിനെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ABVP ആ ഒരു ഭാഗത്തുണ്ട്, ഇദ്ദേഹത്തെ ആക്രമിച്ച കാര്യത്തിലുണ്ട്. ഇതൊക്കെ
ഇന്നിതാ പോലീസ് വന്ന ഈ JNUവിലെ ചില കാർഡുകളിലൊക്കെ അരിച്ചു പെറുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് എന്നാണ് അറിയേണ്ടത് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിൽ അഡ്വക്കേറ്റ് ശിവൻപടത്തിലോ അല്ലെങ്കിൽ പ്രൊഫസറോ പറഞ്ഞതിനെ ഒന്നും ഞാൻ എതിർത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ നടന്ന ഈ സംഭവങ്ങളെ ഇപ്പോൾ അവിടുത്തെ കഴിഞ്ഞ കാലത്തെ പശ്ചാത്തലത്തിൻ്റെ തുടർച്ചയാണ് ഈ സംഭവം എന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതേസമയം ദുരൂഹതയുണ്ട്. ആ സംഭവത്തെപ്പറ്റി അന്വേഷിക്കുന്ന ഒരു പോലീസ് അന്വേഷണം നടക്കുമ്പോൾ പോലീസിന് ഇത്തരം ഒരു പശ്ചാത്തലമുള്ള പ്രദേശത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അതിൻ്റേതായ സമയം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ഏകപക്ഷീയമായിട്ട് ഇപ്പം ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ കാര്യത്തിൽ JNUവിന് ഒരു ചരിത്രമുണ്ട്. JNUവിൽ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൻ്റെ പിടിയിലുള്ള ഡൽഹിയിലെ പോലീസും എടുക്കുന്ന താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. JNUവിൻ്റെ തന്നെ ഭരണ സംവിധാനത്തിൽ ആർക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്ന് ഇവിടെ പ്രൊഫസർ AK രാമകൃഷ്ണൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. ശ്രീ സുബ്രഹ്മണ്യൻ സ്വാമി അവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകാൻ താല്പര്യപ്പെട്ടു വന്നതാണ്. ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് JNU BJPയുടെ അജണ്ടയിലുണ്ട്. JNUവിനെ ഒന്ന് മാറ്റി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സരസ്വതി ക്ഷേത്രമാക്കേണ്ടതുണ്ട് നിങ്ങൾക്ക്. അതിൻ്റെ തുടക്കമാണ് എതിർക്കുന്ന ആളുകളെ മാവോയിസ്റ്റാക്കുക, അതല്ലെങ്കിൽ ഇടത് തീവ്രവാദികളാക്കുക, അതല്ലെങ്കിൽ രാജ്യദ്രോഹികളാക്കി മാറ്റുക എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ആണ് JNUവിൻ്റെ വൈസ് ചാൻസലർ മുൻപ് പ്രതികരിച്ച പല കാര്യങ്ങളും മറന്നുപോയിരിക്കുന്നു നജീബിൻ്റെ തിരോധാന ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരുന്നത്. കേന്ദ്രം ഇടപെടേണ്ടതുണ്ട്. പോലീസിൻ്റെ നടപടികൾ പോരാ. രാജൻ കേസ് ഇവിടെ വീണ്ടും പറയേണ്ടി വരുന്നു. ഇത് അടിയന്തരാവസ്ഥ കാലഘട്ടമൊന്നും അല്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, തീർച്ചയായിട്ടും കേന്ദ്രം ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രം ഇടപെടും. ഡോക്ടർ ലാല് പറയും പോലെ ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി അല്ലല്ലോ അവിടുത്തെ വൈസ് ചാൻസലർ. സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹം ഓരോ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പലപ്പോഴും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഭരണരംഗത്ത് ഭരണാധികാരികൾ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കും, നടപ്പാക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ JNUവിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിയുടെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അവർക്ക് മതിയായ സമയം കൊടുക്കണം. ഇത്രയേറെ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സർക്കാർ നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി അവിടെ നിന്ന് കാണാതെ പോയതിന് ഉത്തരവാദികൾ അവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന, അതിൻ്റെ കീഴിൽ വരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയിലെ ആളുകളാണ് എന്ന് പരാതി ഉണ്ടായിട്ട് അവർക്കെതിരെ ഒരു കേസെടുത്തോ? അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായോ? ഒരു അന്വേഷണം ഉണ്ടായോ? ഇപ്പോഴും കാടുകളിൽ അരിച്ചു പറക്കുന്നല്ലേ ഉള്ളൂ. അല്ല, ഇദ്ദേഹത്തെ കാണാതായതിന് കേസെടുത്തിട്ടുണ്ട്. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയല്ലേ. മുൻപൊരു കേസ് JNUവിൽ നിന്ന് തന്നെ ചില നടപടികളുണ്ട്. ഈ നജീബ് അഹമ്മദ് അവിടെയുള്ള ABVP പ്രവർത്തകരെ ആക്രമിച്ചു എന്നും അവർക്കെതിരെ ചില മോശമായ ചില പ്രതികരണങ്ങൾ നജീബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുമുള്ള ഒരു നടപടിക്ക് അദ്ദേഹം വിധേയനാകാൻ പോകുന്നു എന്നൊരു ഭീഷണിപ്പെടുത്തലുണ്ട്. JNUവിൽ ഇപ്പോൾ ആര് ABVPക്കെതിരായിട്ടോ കേന്ദ്ര ഭരണത്തിനെതിരായിട്ടോ പെരുമാറുകയാണെങ്കിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ ഈ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളാണ്. അതിൽ മനം നൊന്തുള്ള ഒരു പോക്കാണ് നജീബ് പോയത് എന്നാണ് പലരും സംശയിക്കുന്നത്. അല്ല, ഏതായാലും അത് സംബന്ധിച്ച് ആവശ്യമായ അന്വേഷണം നടത്തുകയും നജീബിനെ കണ്ടെത്തുകയും വേണം. അതിനകത്ത് നമുക്ക് ആർക്കും സംശയമില്ല. ആ കാര്യത്തിൽ ഗവൺമെൻറ് അതിൻ്റേതായ നടപടികൾ തീർച്ചയായും സ്വീകരിക്കും. ഈ പറയുന്ന ഉത്കണ്ഠകൾ വളരെ സീരിയസ് ആയിട്ട് ഡൽഹിയിലിരിക്കുന്ന, കാരണം ഡൽഹിയിൽ തന്നെ സംഭവം ഉണ്ടായതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും മൂക്കിന് താഴെയാണ് ഈ സംഭവം. അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഈ കാര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് 14 ദിവസം കഴിയും. മനസ്സിൽ ഈ കാഴ്ചയുണ്ടോ? നിതീഷ് അഹമ്മദ്, ഈ നജീബ് അഹമ്മദിനെ കുറിച്ചുള്ള ചിന്ത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടോ? കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് JNU സ്റ്റുഡൻസ് യൂണിയന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചോ? നിങ്ങൾക്കിപ്പോൾ JNUവിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
കഴിഞ്ഞ 14 ദിവസമായിട്ട് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചിട്ട് AK രാമകൃഷ്ണൻ മാഷ് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 14 ദിവസം ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിയെ കാണാതായി കഴിഞ്ഞിട്ട് പോലും അതിന് പിന്നിൽ ദുരൂഹമായ ചില സാഹചര്യങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പോലും 14 ദിവസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലും അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഇപ്പോൾ കാട്ടിൽ തപ്പുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ചില കാര്യങ്ങൾ മൂടി വെക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അധികൃതരുടെയും പോലീസിന്റെയും JNUവിലെ അഡ്മിനിസ്ട്രേഷന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. നജീബ് ഒരു സുപ്രഭാതത്തിൽ വളരെ സ്വാഭാവികമായിട്ട് ക്യാമ്പസിൽ നിന്നും കാണാതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ല. നജീബിന്റെ തിരോധാനത്തിന് പിറകിൽ വളരെ കൃത്യമായ, വളരെ ദുരൂഹമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് പറയുന്നത് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾ മാത്രമല്ല, അത് പറയുന്നത് നജീബിന്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അത് പറയുന്നത് കഴിഞ്ഞ 16-ാം തീയതി രാത്രിയിൽ നജീബ് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ചേർന്ന വാർഡന്മാരുടെ കമ്മിറ്റി, അത് JNUവിലെ ഒരു ഔദ്യോഗികമായ കമ്മിറ്റിയാണ്, ഒരു ഒഫീഷ്യൽ ബോഡിയാണ്. ആ കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനം പരസ്യമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തീരുമാനത്തിൽ പറയുന്ന നജീബിന് വളരെ ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു കൂട്ടം ആളുകളിൽ നിന്നും. ആ ആളുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി തയ്യാറാകണം എന്ന് വാർഡന്മാരുടെ കമ്മിറ്റി, ആ ഹോസ്റ്റലിലുള്ള വാർഡന്മാർ ആരും ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ അംഗങ്ങളല്ല. അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പോലും ആ ഹോസ്റ്റലിലെ 10-30ഓളം വിദ്യാർത്ഥികൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് നജീബിന് 1 തവണയല്ല 3 തവണ നജീബിന് മർദ്ദനമേൽക്കേണ്ടി വന്നു, നജീബിന് വാർഡന്റെ മുന്നിൽ വെച്ചിട്ട് മർദ്ദനമേൽക്കേണ്ടി വന്നു, നജീബിനെ വാഷ്റൂമിന്റെ അകത്ത് വെച്ച് നജീബിനെ മർദ്ദിച്ചു, അതിനുശേഷം വാഷ്റൂമിൽ നിന്നും റൂമിലേക്ക് വരുന്ന സമയത്ത് നജീബിനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്ന് മാത്രമല്ല, വാർഡനോട് ആവശ്യപ്പെട്ടത് ഇയാളെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ ശരിപ്പെടുത്തിക്കൊള്ളാം, ഇനി ഇയാളെ നിങ്ങൾ കാണാത്ത തരത്തിൽ ഇയാളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ആരാണ്? അവരുമായി നജീബിന് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് അന്നുണ്ടായത്? തിരിച്ച് നജീബിന്റെ പേരിലും ഈ കൂട്ടർ ആദ്യം ചില പരാതികളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ പറയുന്നത് അത് അന്വേഷിക്കണം എന്നുള്ളതാണ്. ABVP പ്രവർത്തകരാണ് നജീബിനെ ആക്രമിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ളത്. അവരുടെ പേരുകൾ ഉൾപ്പെടെ 9 ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവിടെ ഈ ആക്രമണത്തിന് സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികൾ, പല ആളുകൾക്കും നജീബിന് വ്യക്തിപരമായിട്ട് പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ്. നജീബ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളൊന്നുമല്ല. നജീബ് ഒരു 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ ഹോസ്റ്റലിൽ വന്നിട്ട് 1 മാസം മാത്രമാണ് നജീബ് ആ ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുള്ളത്. ABVP പ്രവർത്തകർ ആ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള ഹോസ്റ്റൽ യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ക്യാമ്പയിന് പോവുകയും അതിനെ തുടർന്നിട്ടാണ് ഇത്തരം ഒരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. എന്തെല്ലാം പരാതികൾ ആർക്കെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മുഴുവൻ അന്വേഷിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ വളരെ സുതാര്യമായിട്ടുള്ള ഒരു സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിർഭാഗ്യവശാൽ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട വിധത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അത്തരത്തിലുള്ള ഒരു നിലപാടും ഈ രാത്രിയിൽ നിർഭാഗ്യകരമായ ആ ഹോസ്റ്റലിൽ ഉണ്ടായ, താങ്കൾ ഇപ്പോൾ വിശദീകരിച്ച ആ സംഭവങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി നജീബ് അഹമ്മദ് ആണെന്നും അതിൻ്റെ പുറത്ത് നജീബിന് മേൽ സർവകലാശാലയുടെ ചില നടപടികൾ ഉണ്ടാകാൻ പോവുകയാണെന്നും അവിടെയുള്ള ആ ഹോസ്റ്റലിൻ്റെ ഒരു പ്രത്യേക വാർഡനോ ആരെങ്കിലുമോ പറയുകയും നജീബിനെ ഭീഷണിപ്പെടുത്തുകയും നജീബിന് അവിടെ തുടരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രസ്താവനകൾ ഉണ്ടാകുകയും ഉണ്ടായോ? ഈ പ്രസ്തുത സംഭവം നടന്നു കഴിഞ്ഞതിന്റെ രാത്രിയിൽ അവിടെ 100-100-ലധികം വരുന്ന ABVP പ്രവർത്തകർ വാർഡന്മാരെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു മീറ്റിംഗ് ചേരുകയും ആ മീറ്റിംഗിൽ മറ്റ് ആളുകളുടെ ആരുടെയും കൺസെൻസ് ഏറ്റെടുക്കാതെ തന്നെ അവിടെ വാർഡൻ കമ്മിറ്റി ചേർന്നുകൊണ്ട് നജീബിനെ ഹോസ്റ്റൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം ഒട്ടും ഔദ്യോഗികമല്ലാത്ത, ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അതേ വാർഡന്മാർ തന്നെ 2 ദിവസത്തിന് ശേഷം 16-ാം തീയതി യോഗം ചേർന്നിട്ട് എടുത്ത ആദ്യത്തെ തീരുമാനം 14-ാം തീയതി ഞങ്ങൾ എടുത്ത തീരുമാനം മരവിപ്പിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ തീരുമാനം. 2ാമത്തെ തീരുമാനം നജീബിനെതിരായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള അസോൾട്ട് നടന്നിട്ടുണ്ട്, ആക്രമണം നടന്നിട്ടുണ്ട്. അങ്ങനെ ആക്രമണം നടത്തിയവർക്ക്
ഇവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറാകണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നതായിരുന്നു അതിൻ്റെ അടുത്ത തീരുമാനം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആദ്യത്തെ ഭാഗം മാത്രം പരാമർശിക്കുകയും രണ്ടാമത്തതിനെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ചെയ്യും. രണ്ടാമത്തതിനാണ് ഇപ്പോൾ സാധുത. ആദ്യത്തത് മരവിക്കപ്പെട്ടിട്ടുള്ളതാണ്, ആദ്യത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തതിനാണ് സാധുത. പക്ഷേ സാധുതയുള്ള ഔദ്യോഗിക രേഖയെ ഒരു തരത്തിലും പരിഗണിക്കാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് മുന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നാണ് ഞങ്ങൾ. ഈ ഔദ്യോഗിക രേഖകൾ വൈസ് ചാൻസലർക്കോ സർവകലാശാല അധികാരികൾക്കോ പോലീസുമായി കൈമാറാൻ പറ്റുന്നതാണല്ലോ. ആ കാര്യത്തിൽ സർവകലാശാലയുടെ തലപ്പത്ത് ഇപ്പോഴുള്ള നിലപാട് എന്താണ്? അതാണ് ഞങ്ങൾ സർവകലാശാല അധികൃതരോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കംപ്ലൈൻ്റ് ആണ്, 2 പരാതികളാണ് നജീബിന്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പരാതി ഫയൽ ചെയ്തത് യൂണിവേഴ്സിറ്റി അധികൃതരല്ല. സ്വാഭാവികമായിട്ടും തങ്ങളുടെ ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി, ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു 1ാം വർഷ വിദ്യാർത്ഥിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ട് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും ആ ക്യാമ്പസിലെ അധികൃതർ തയ്യാറായിട്ടില്ല. നജീബിന്റെ ഉമ്മ ഫയൽ ചെയ്തതായിരുന്നു ആദ്യത്തെ കംപ്ലൈന്റ്. അങ്ങനെയാണ് അതിന്റെ മുകളിൽ FIR രേഖപ്പെടുന്നത്. രണ്ടാമത്തെ കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്ന JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ വലിയ വിദ്യാർത്ഥി മാർച്ച് നടത്തി മുഴുവൻ സാക്ഷികളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്, അവരെ പ്രഷർ ചെയ്തിട്ടാണ് രണ്ടാമത്തെ കംപ്ലൈന്റ് രേഖപ്പെടുത്തുന്നത്. 14 ദിവസം കഴിയുമ്പോഴും ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ പരാതി പോലും നൽകാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. ഇതാണ് ഇപ്പോഴുള്ള FIRന്റെ പശ്ചാത്തലം. അതായത് വിദ്യാർത്ഥി യൂണിയൻ കൊടുത്ത പരാതി, കാണാതായ നജീബ് അഹമ്മദിൻ്റെ മാതാവ് കൊടുത്ത പരാതി, ഈ 2 പരാതികളും ആണ് നിലവിലുള്ളത്. സർവകലാശാലയുടെ അധികാരികൾക്ക്, സർവകലാശാലയുടെ ഹോസ്റ്റലിലെ അധികാരികൾക്ക്, അല്ലെങ്കിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇവരുടെ ആരുടെയും ഔദ്യോഗികമായ ഒരു പരാതിയും ഈ പറയുന്ന ഡൽഹി പോലീസിന് ലഭ്യമായിട്ടില്ല. ആഭ്യന്തര വകുപ്പിന്, രാജ്യത്തിന് ഇത്തരത്തിൽ ഒരു ഗവേഷകൻ കാണാതായി 14 ദിവസം കഴിയുമ്പോൾ എന്ത് തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അല്ല, ആദ്യമായിട്ട് ഈ ക്യാമ്പസ്, JNU ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന നമ്മൾ വ്യാഖ്യാനിക്കുന്നത് പോലെ വീട്, ചുറ്റുപാടും, കുടുംബം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്ന നിലയിലുള്ള ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ്. നമ്മൾ അതിനാണ് ക്യാമ്പസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ബഹുസ്വരതയുടെ ഒരു കേന്ദ്രമാണത്. ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ മാത്രം ഒരു സ്ഥലമല്ലേ അത് ഇന്ത്യയെ പോലുള്ള വ്യത്യസ്ത ജാതി മത വർഗ വർണ്ണങ്ങളുള്ള ഒരു രാജ്യത്ത് അവിടെ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഹുസ്വരതയുടെ പ്രതീകങ്ങളാണ് അവരവിടെ അവരുടേതായിട്ടുള്ള ചർച്ചകളും ഡിബേറ്റുകളും അക്കൂട്ടത്തിൽ ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും പോകാൻ കഴിഞ്ഞിട്ടുള്ള, പല ചർച്ചകളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവിടെ ഒരു ഗവേഷക വിദ്യാർത്ഥിയെ കാണാതാകുമ്പോൾ ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ പരാതി നൽകേണ്ടത് ആ കോളേജിൻ്റെ അധികാരിയാണ്. എന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വാർഡനാണെങ്കിൽ വാർഡൻ, അങ്ങനെയുള്ള ബന്ധപ്പെട്ടവരാണ് ആദ്യമായിട്ട് പോലീസിന് പരാതി ഔദ്യോഗികമായി കൊടുക്കേണ്ടത്. കാരണം ക്യാമ്പസിൽ വെച്ചാണ് കാണാതാകുന്നത്, വീട്ടിൽ വെച്ചിട്ടോ വഴിയിൽ വെച്ചിട്ടോ റോഡിൽ വെച്ചിട്ടോ ഒന്നും അല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ വന്നാൽ അത് പരാതിയായി തന്നെ സുവമോട്ടോ തന്നെ പോലീസിന് കേസെടുക്കാം. ഒരു പരാതിക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട. അപ്പോൾ അങ്ങനെ ആ രീതിയിലും അധികാരികളുടെ ഭാഗത്തു നിന്നും സുവമോട്ടോ ആയിട്ട് ആ കാര്യത്തിൽ കേസെടുത്ത് പോകാൻ മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന രാജ്യമാണ് നമ്മളുടേത്. ആ രീതിയിലും നമുക്ക് കാണാം. അതുകൊണ്ട് നജീബിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നജീബിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നജീബിൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ പരാതി കൊടുക്കണം എന്ന് നിർബന്ധം അല്ലെങ്കിൽ കൊടുക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അവർ പരാതി കൊടുക്കുന്നുവെങ്കിൽ ആ പരാതി
അവരുടെ സ്വത്വബോധത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ധാർമ്മികത ബോധത്തിൻ്റെ അവരുടെ സഹപാഠി നഷ്ടപ്പെടും അല്ലെങ്കിൽ തിരോധനം വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആകുലതയുടെയൊക്കെ പ്രതീകമാണ് അവരുടെ പരാതികൾ എന്ന് പറയുന്നത്. പക്ഷേ ആത്യന്തികമായി പരാതി കൊടുക്കേണ്ടത് നിയമപരമായ ബാധ്യതയുമാണ്. കൊടുക്കേണ്ടത് ആ ക്യാമ്പസിൻ്റെ ഉന്നത അധികാരിയായിരിക്കുന്ന, ആ ക്യാമ്പസ് ഭരിക്കുന്ന അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് നമ്മുടെ നിയന്ത്രണത്തിലിരിക്കുന്ന പ്രിൻസിപ്പലും മറ്റ് ബന്ധപ്പെട്ടവരുമാണ്. അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ലാൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി അവർ ഔദ്യോഗികമായി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ നിർഭാഗ്യകരമാണ് ഇത്രയും ദിവസം ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ കാണാതായിട്ട് ഇത്ര ലാഘവത്തോടു കൂടെ നമ്മൾ ആ കാര്യത്തെ കാണാൻ പാടില്ല. ഒരുപക്ഷെ ബന്ധപ്പെട്ട പോലീസും അധികാരികളൊക്കെ അന്വേഷിക്കുന്നുണ്ടാകും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ആ തിരോധാനത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും എന്തിൻ്റെങ്കിലും പേരിൽ ആ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ശാരീരികമായി പീഡിപ്പിച്ചിട്ട് എവിടെയെങ്കിലും അബോധാവസ്ഥയിലോ മറ്റേതെങ്കിലും തലത്തിലോ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി അതല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ അതും അതിൻ്റെ കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അതിനുള്ള കൃത്യമായ ഉത്തരം അവിടെ പഠിപ്പിക്കുന്ന പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് അവിടുത്തെ വിദ്യാർത്ഥിനികൾക്കും അധ്യാപകർക്കും അതുമായി ബന്ധപ്പെട്ട അനധ്യാപകർക്കും ഒക്കെ തന്നെ ഇതിന് ഉത്തരം കൊടുക്കാനുള്ള ബാധ്യത നമ്മുടെ ഭരണാധികാരികൾക്കുണ്ട്. അതിലവിടെ രാഷ്ട്രീയം കാണാനോ അല്ലെങ്കിൽ അവിടെ ABVPയും SFIയും ASFും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തമ്മിൽ വഴക്കുണ്ടായി വഴക്കിൻ്റെ പുറകിലാണ് ഇങ്ങനെ സംഭവിച്ചതൊന്നും ന്യായീകരണമല്ല. ഒരു വ്യക്തിയുടെ തിരോധാനം ഇത്രയും ദിവസമായിട്ട് ദുരൂഹതയിൽ തുടരുന്നത് നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ആ സർവകലാശാല എന്ന ഭരണ സംവിധാനം, അതിൻ്റെ വൈസ് ചാൻസലർ പ്രകടിപ്പിക്കേണ്ട നിയമപരമായ ബാധ്യത, ഇതാണ് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ കാര്യത്തിൽ JNUവിൻ്റെ അധികാരികൾ കൃത്യവിലോപം കാട്ടി എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി കാണാൻ സാധിക്കില്ല. അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇതിനകത്ത് രാഷ്ട്രീയം കാണണ്ട എന്ന് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറയുന്നത് ഇതിനകത്തുള്ള നിയമപരമായ ഒരു പൗരൻ്റെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു വലിയ കാര്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്, അതിലേക്ക് ശ്രദ്ധ പോകേണ്ടതുള്ളത് കൊണ്ട് കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയം കാണുന്നത് എവിടെയാണ്, ആരാണ് എന്ന് നോക്കുക ശ്രീ രാധാകൃഷ്ണ മേനോൻ. ഈ JNUവിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയം എവിടെയാണ്, ആരൊക്കെയാണ് കണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കനയ്യ കുമാർ മുതൽ ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ തന്നെ അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നജീബ് അഹമ്മദിൻ്റെ തിരോധാന ഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നത് എന്താണ്? പുറത്തുള്ള BJP അനുകൂലികളായ ചില ആളുകൾ, ഉദാഹരണത്തിന് വിവേക് അഗ്നിഹോത്രിയെ പോലെയുള്ള സിനിമാ പ്രവർത്തകർ പറയുന്നത് എന്താണ്? ഇത് നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടതു പാർട്ടികളുടെ കുതന്ത്രമാണ് ഈ നജീബ് അഹമ്മദിൻ്റെ തിരോധാനം എന്നാണ്. അതായത് JNUവിലെ ഒരു ഗവേഷകൻ കാണാതെ പോയാൽ അത് നരേന്ദ്രമോദി സർക്കാരിന് ഭീഷണിയാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന്. കാരണം അവിടുത്തെ കഴിഞ്ഞകാല ചരിത്രം തന്നെ. ഈ കാര്യത്തിൽ ഭരണകൂടം നൽകേണ്ട ഉത്തരം എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഓരോ കാര്യങ്ങളിൽ? ഭരണകൂടം ഇപ്പോഴും പോലീസിന് പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ആരെയൊക്കെയാണ് പ്രഥമ ദൃഷ്ടിയ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടപടികൾക്ക് വിധേയമാക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇവിടെ ലാൽ ആരോപിക്കുന്നത് പോലെ പോലീസ് കേസെടുക്കാതിരിക്കുകയല്ലോ ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന കേസെടുത്തത് ഭരണാധികാരികളുടെ ഇടപെടൽ കൊണ്ടല്ല, അധികാരികളോ റിപ്പോർട്ട് JNUവിൻ്റെ വൈസ് ചാൻസലർ പരാതി കൊടുത്തിട്ടല്ല. അല്ല, പോലീസിനെ സംബന്ധിച്ച് അല്ല, വൈസ് ചാൻസലർ പരാതി കൊടുത്തിട്ടില്ല, അല്ലെ വൈസ് ചാൻസലർ മൊഴി കൊടുക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം, അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അതൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ലല്ലോ. ഇതേ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് സംവിധാനം അവിടെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ടീം അന്വേഷിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വൈസ് ചാൻസലർ അല്ലെങ്കിൽ JNU ഉത്തരവാദികൾ ആരാ പരാതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതാണ് എന്ന് ഒരു കൂട്ടർ ആരോപിക്കുന്ന ഈ സംഭവം ഉണ്ടായിട്ട് ഈ 14 ദിവസമായിട്ടും നജീബ് അഹമ്മദ് ഏത് വഴിക്ക് പോയി, എവിടെയാണ് ഉള്ളത്, ഏകദേശം എവിടെ ഉണ്ടാകും, എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റാത്തത് എന്ത് അന്വേഷണത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്?
അതല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് JNUവിനെ സംബന്ധിച്ച് ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തലവും അതിൻ്റെ ദുരൂഹതകളും എല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ചില ആളുകൾ ആരോപിക്കുന്ന കുറ്റവാളികളെ അവരാണ് എന്ന് പറഞ്ഞ് പിടിക്കുകയല്ലല്ലോ പോലീസ് ചെയ്യേണ്ടത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ആരെയും പിടിച്ചില്ലല്ലോ. ഇനി നജീബ് അഹമ്മദ് ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി ഒളിച്ചിരിക്കുകയാണെന്ന് ചില BJP-ക്കാർ കരുതുന്നത് പോലെയാണെങ്കിൽ ആ സ്ഥലം കണ്ടുപിടിക്കണ്ടേ, ആ പോയ വഴി അറിയണ്ടേ? അദ്ദേഹം ഇപ്പോൾ എവിടേക്കാണ്, ഏത് ദിശയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് കവടി നോക്കി പറയേണ്ട അവസ്ഥയിലാണോ ഇപ്പോ ഡൽഹി പോലീസ്? അല്ല, നജീബ് അഹമ്മദ് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഒളി സങ്കേതത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരണം. അതല്ല, ഇവിടെ ചില ആളുകൾ കരുതുന്നത് പോലെ എന്തെങ്കിലും ദുരൂഹതയോ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കണമെന്നോ പ്രതിയെ പിടിക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ കണ്ടെത്തണമെന്നോ ഉള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ആ അന്വേഷണം നടക്കണമെന്ന് പറയുമ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ട് JNUവിലെ കാടുകളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്ന് പറയുമ്പോൾ ഇതൊരു കുട്ടിക്കളിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ നരേന്ദ്രമോദി സർക്കാർ. ഇത് നരേന്ദ്രമോദി സർക്കാർ ഉത്തരം പറയേണ്ട കാര്യം തന്നെയാണെന്നല്ലേ വ്യക്തമാകുന്നത്. ഇടവേളയ്ക്ക് ശേഷം ആ ചർച്ചയിലേക്ക് തിരിച്ചെത്താം. ഇടവേള. നിതീഷ്, എന്തായാലും വിദ്യാർത്ഥി സമൂഹം, JNUവിലെ ഗവേഷകരും അവിടുത്തെ അക്കാദമിക് രംഗത്തുള്ള എല്ലാവരും തന്നെ ഈ പ്രശ്നത്തിൽ നജീബ് അഹമ്മദിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം, അന്വേഷണത്തിൻ്റെ പുരോഗതി ഉടനെ തന്നെ അറിയിക്കണം എന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് വേണ്ട മറുപടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? അന്വേഷണം ഇങ്ങനെ പോയാൽ മതിയോ? ഇല്ല, അതാണല്ലോ ഓരോ ദിവസവും സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം JNU ക്യാമ്പസിൻ്റെ തൊട്ടുമുന്നിലുള്ള റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ടിട്ട് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നാളെ ഡൽഹി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ സമരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തം പ്രസിഡന്റിനെ ഉൾപ്പെടെ കാണുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പാരലലായിട്ട് ലീഗലായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ട് ഇടപെടേണ്ട അധികാരികൾ മുഴുവൻ അതിനോട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാത്തത്, കേന്ദ്ര സർക്കാർ മുതൽ JNUവിലെ അഡ്മിനിസ്ട്രേഷൻ വരെ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കാണിക്കാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ സംശയം എന്താണ്? നജീബ് അഹമ്മദിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? അതായത് ഈ നിരുത്തരവാദപരമായിട്ടുള്ള ഈ ഒളിച്ചു വെക്കലുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും വളരെ അപകടകരമായിട്ടുള്ള എന്തോ സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും സംശയത്തിന്റെ പിറകിലൂടെ പോകുന്നില്ല. ചില ഫാക്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്, ചില വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത്. ആ വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ആ വസ്തുതകൾ അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് മറ്റെന്തോ കാര്യങ്ങൾ ഒളിച്ചു വെക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഏതെങ്കിലും സംശയത്തിന്റെ പിറകിൽ ഞങ്ങൾ പോകുന്നില്ല. ചില വസ്തുതകൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് എന്ത് ചൂണ്ടിക്കാട്ടിയാണ് പറയാൻ സാധിക്കുക? ഇല്ലല്ലോ, അതേ ക്യാമ്പസിലല്ലേ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ സ്വാഭാവികമായ അഭിപ്രായ പ്രകടനത്തിന്റെ ഭാഗമായിട്ട്, അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിച്ചു വന്ന കാരണത്തിന് 24 മണിക്കൂർ വേണ്ടി വന്നില്ലല്ലോ ഇവിടുത്തെ ഗവൺമെന്റിനും പോലീസിനും അന്വേഷണം പ്രഖ്യാപിക്കുവാനും ജനാധിപത്യ വിരുദ്ധമായി ആ ക്യാമ്പസിന്റെ അകത്തേക്ക് പോലീസിനെ മുഴുവൻ അയച്ച് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും എത്ര അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനല്ലേ, ഫേസ്ബുക്കിൽ കമന്റ് എഴുതിയതിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിന് അതിനൊന്നും സമയം വേണ്ടി വന്നിട്ടില്ലല്ലോ ഇവിടുത്തെ പോലീസിന്. അതിനുശേഷം ചില വസ്തുതകൾ ഞങ്ങൾ പറയുന്നത്, ഈ വസ്തുതകൾ പരിശോധിക്കുവാൻ പോലും സമയം വേണം എന്ന് പറയുന്നത് ഏത് ന്യായത്തിന്റെ ഭാഗമായി? ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, അതാണ് ഇപ്പോഴും ആവർത്തിച്ചു വരുന്ന ചോദ്യം. അതായത് മുൻകാലങ്ങളിൽ JNUവിൽ പോലീസ് നടത്തിയ നടപടികൾ, JNUവിൻ്റെ അധികാരികൾ കേന്ദ്ര സർക്കാരുമായി ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾ പോലീസിലൂടെ നടത്തിച്ചു കൊടുത്ത മുൻകാല അനുഭവങ്ങൾ, ഇതൊക്കെ
ഇപ്പോൾ JNUവിലെ അന്വേഷണ ഘട്ടത്തിൽ കാണുന്നില്ല എന്നത് നിങ്ങളുടെ അന്വേഷണത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നു. അത് മാറ്റാനുള്ള നടപടി എത്രയും വേഗം ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ പേര് കൂടുതൽ മോശമാകുകയല്ലേ ഉണ്ടാകുക? അല്ലേ, ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിലെ ഭരണത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രചരണം അതേതായാലും ഒരു ഭാഗത്ത് നടക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല, അത് രാഷ്ട്രീയമാണല്ലോ. പക്ഷേ അതിനപ്പുറത്ത് ഈ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ട് ഒരു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും അതിനുള്ള നടപടികൾ നടക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിനപ്പുറത്ത് ഒരു വിദ്യാർത്ഥിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എത്ര പെട്ടെന്നാണ് ചെയ്യാൻ കഴിയുക എന്നെനിക്കറിയില്ല. ഏതായാലും ആ വിദ്യാർത്ഥിയുടെ തിരോധാനം അക്കാര്യത്തിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു മോഷണം നടന്നാലോ എന്തെങ്കിലും തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നാലോ പോലീസ് അവിടെ ഓടിയെത്തും, അതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് പോകും, ചോദ്യം ചെയ്യും, ചിലപ്പോൾ 2 എണ്ണം കൊടുത്തു എന്നും വരും, അത് നടപ്പിലാക്കാൻ പാടില്ലാത്തതാണെങ്കിൽ കൂടി. ഈ JNU സംഭവത്തിൽ ഈ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നവരെ ചോദ്യം ചെയ്യാനോ അത്തരത്തിൽ അന്വേഷണം ആ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനോ ശ്രമിക്കാതിരിക്കുന്നത് എന്ത് അജണ്ടയുടെ പേരിലാണെന്നാണ് ചോദിക്കുന്നത് ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, അത് ലാലെ ഡോക്ടർ ലാൽ അടക്കം പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നില്ല എന്നല്ലേ? അതിൻ്റെ അർത്ഥം പോലീസ് അന്വേഷിക്കുന്നില്ല എന്നാണല്ലോ. ഇപ്പോൾ ഇതേ സംബന്ധിച്ച് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസിന് ആ സർവകലാശാലയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ചും അർദ്ധരാത്രിയിൽ ഹോസ്റ്റലിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് മെസ് സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്വാഭാവികമായും അവിടെ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ അത് അന്വേഷിച്ച് താഴെയാണ് അങ്ങേക്ക് ലഭിക്കുക. ഈ പറയുന്ന രീതിയിൽ അന്വേഷണത്തിൻ്റെ ഉത്തരവുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, ആഭ്യന്തരമന്ത്രിയാണ് അത് നിയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പോലീസ് അന്വേഷണം ഏതൊക്കെ രീതിയിൽ നടക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് അറിയാവുന്ന ആളാണ് താങ്കൾ. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതിയോ കാലങ്ങളോളം ഇനി അങ്ങോട്ട്? ഇല്ല, അത് ശ്രീ രാധാകൃഷ്ണ മേനോൻ അദ്ദേഹം പറഞ്ഞ കാര്യത്തെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടതാണ്. കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ് ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ തിരോധാനത്തിൻ്റെ ദുരൂഹത മാറ്റി അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല, ഇന്ത്യ രാജ്യത്തെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ സ്പെഷ്യൽ ടീമിനെ വെച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ കുറച്ച് കാലതാമസം വന്നിട്ടില്ലേ എന്നെനിക്കൊരു സന്ദേഹമുണ്ട്. ഇത്തരം ഒരു തിരോധാനം നടന്ന് 48 മണിക്കൂർ പോലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ശരി, ആ കാര്യത്തിൽ രാധാകൃഷ്ണ മേനോനുള്ള മറുപടിയായി ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ ഒരു ചോദ്യം കൂടി 10 സെക്കൻഡിൽ അങ്ങ് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് രാജൻ കേസ് അറിയാവുന്നതാണ്. ആ കാര്യത്തിൽ ശ്രീ കരുണാകരന് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നത് പോലും ഈ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടിന്റെ ബലത്തിൽ ആണല്ലോ, ആ ഹർജി അങ്ങോട്ടേക്ക് പോയത് കൊണ്ടാണല്ലോ. ഈ കേസിൽ ഹേബിയസ് കോർപ്പസ് ഫലവത്താകില്ലേ? തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ഒരു പൗരനെ കാണാതാകുമ്പോൾ അദ്ദേഹത്തിനെ നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അതാണ് ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചത്. ഇതിൽ രാഷ്ട്രീയമല്ല നമ്മൾ കാണേണ്ടത്, മറിച്ച് ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ നിഷേധമായിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തോട്ടെ, നജീബ് എന്ന വിദ്യാർത്ഥി എന്ത് തെറ്റോ ചെയ്തോട്ടെ, ആ തെറ്റിനെ നിയമപരമായി നമുക്ക് ശിക്ഷിക്കാനും നടപടിയെടുക്കാനും ഒക്കെ വ്യവസ്ഥയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് തികച്ച കടുത്ത മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിൽ ഹേബിയസ് കോർപ്പസ് വരികയാണെങ്കിൽ തീർച്ചയായും ഭരണകൂടം ഇതിനേക്കാളും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആ ദുരൂഹത മാറ്റി അദ്ദേഹത്തിൻ്റെ എന്ത് എന്തായാലും നിസ്സാരമാകില്ല ശ്രീ രാധാകൃഷ്ണ മേനോൻ. താങ്കളുടെ പാർട്ടിക്കും പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും ഈ പ്രശ്നം ഒരുപക്ഷെ ഒരു ഹേബിയസ് കോർപ്പസ് ആണ് ശ്രീ കരുണാകരനെ രാജിവെക്കാൻ ഇടയായ സാഹചര്യം ഉണ്ടാക്കിയതെങ്കിൽ മറ്റൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുകളിലും നിൽക്കുന്നു. ഇത് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ, ശ്രീ രാധാകൃഷ്ണ മേനോൻ, ശ്രീ നിതീഷ്, പ്രൊഫസർ AK രാമകൃഷ്ണൻ.